ഇറാന്റെ കയ്യിൽ ഷഹേദ് 136 എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട്. അപ്പൊ അത് വളരെ ചീപ്പാണ്, കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ചീപ്പാണ്. അപ്പൊ ഈ ഡ്രോണ് ഒരു 100 കണക്കിന് ഡ്രോണുകൾ ഈ ഷിപ്പിന്റെ നേരെ അയക്കുക. അപ്പൊ ഡ്രോൺ ഷിപ്പിന്റെ നേരെ വരുമ്പോഴത്തേക്കും റഡാർ എല്ലാം അതിൽ എൻഗേജ്ഡ് ആവും. ഈ റഡാർ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ മുഴുവൻ ഇതിന്റെ നേരെ ആക്റ്റീവ് ആവും. അപ്പം മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ മുഴുവൻ ഈ ഡ്രോണുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഡ്രോണുകളെ എല്ലാം തകർത്ത് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ റഡാർ സിസ്റ്റങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും, എൻഗേജ്ഡ് ആവും. കൂടാതെ ഇവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ എക്സോസ്റ്റഡ് ആവും. ആ സമയത്ത് ഫാത്ത 2 ഒക്കെ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ഷിപ്പുകളെ ആക്രമിക്കുക എന്നൊരു പ്ലാനാണ് ഇറാന്റെ ഭാഗത്തുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഷിപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല, അതൊരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല ആക്രമിക്കുന്നത്. അത് എപ്പോഴും അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. വളരെ സ്പീഡ് കൂടിയ, വളരെ വേഗത കൂടിയ ഷിപ്പാണ്. ഇത്രയും വലിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളൊക്കെ എത്രയോ വലുത്, ഒരു 4, 5, 6 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കൂടുന്ന അത്രയും ഡെക്ക് സ്പേസ് ഉള്ള ഈ ഷിപ്പുകൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടില്ല. വളരെ വേഗം അവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. ഏകദേശം 70 km/h വേഗതയിൽ അവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പം ഓപ്പറേഷന്റെ സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിന് നേരെ ഏതെങ്കിലും ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അത് മാനോവർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണെങ്കിൽ മാത്രമേ അത് ഈ ഷിപ്പിന്റെ മേലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പൊതുവേ ഈ ഷഹേദ് 136 എന്നൊക്കെ പറയുന്ന അങ്ങനെ വലിയ മാനോവറിംഗ് കപ്പാസിറ്റി എന്നുള്ള സാധനമല്ല. പക്ഷെ അതിന് നല്ല റേഞ്ച് ഉണ്ട്. 900 മുതൽ 2000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള സാധനമാണത്. അതിന് സ്പീഡ് വളരെ കുറവാണ്. 185 മുതൽ 200 km/h വരെ സ്പീഡുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആന്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ പറ്റും. പക്ഷേ ഈ തീരെ വില കുറഞ്ഞ ഒരു സാധനത്തിനെ കൊല്ലാൻ വേണ്ടി ഒരു ആന്റി മിസൈൽ സിസ്റ്റം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു കമ്പാരിസൺ ഇല്ലാത്തൊരു സാധനമാണ്. ഒരു ആന്റി മിസൈൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഏകദേശം 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വില വരുന്ന സാധനമാണ്. നേരെ മറിച്ച് ഒരു ഷഹേദ് ഡ്രോണിന്റെ വില എന്ന് പറയുന്നത് വെറും 50,000 രൂപയുടെ അടുത്ത് വരുന്ന സാധനമാണ്. അപ്പൊ അത്രയും തമ്മിലുള്ള വില വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ഇടപാടാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലേസർ ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിച്ച് ഇവ സാധനങ്ങൾ കോട്ടയിടുന്ന പരിപാടി. അത് വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഡ്രോണും കൊണ്ട് യാതൊരു ഉപകാരമില്ല. ഡ്രോണും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രോണെല്ലാം ഈ ലേസർ ഉപയോഗിച്ച് ഓട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പണി തീരും. അപ്പൊ ഇത് എങ്ങനെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇറാന്റെ ഭാഗത്തുള്ള പ്ലാനിങ് ഇത്തരത്തിലാണ് എന്നുള്ള ഒരു സൂചന മിസൈൽ ഡിഫൻസ് എക്സ്പെർട്ടുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്.